ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എടുക്കുന്നത് ഒരു സൈലൻറ്റ് ഡാബർ ബേസ് എന്ന ഒരു കോളനിയാണ്. അപ്പോൾ അത് ഇവിടെയുണ്ട്, ഇവിടെ കുറച്ചുണ്ട്. അതേതാണ്ട് കഴിഞ്ഞ നവംബറിലാണ് ഞാൻ അതിനെ പിടിച്ചു വെച്ചത്. ആ കൂട്ടിൽ, ഒരു പ്രത്യേക കൂട്ടിൽ, തേക്ക് കൊണ്ടുള്ള ഒരു കൂട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഇനം, അതുപോലെ തന്നെ കരിങ്കണ്ണി അതെ, പക്ഷേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ നല്ല വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം മുട്ടയുണ്ടാവും. ചെറിയ ഈച്ചകളാണ്, അവർ അറ്റാക്ക് ചെയ്യും. സൈലൻ്റ് അല്ല, അവർ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ അവർ നമ്പർ കൂടുതൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ആട്, പശു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ചെറുതേനീച്ചയിൽ പല ടൈപ്പുകളുണ്ട്. തേൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട്, എല്ലാം ഉൽപ്പാദിപ്പിക്കും, പക്ഷെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഈച്ചകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. ആ ഈച്ചകളുടെ ഒരു കോളനി ഇതാ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് സാധനം. ഇതുണ്ടോ? ഇത് ഒരു തേക്കിൻ്റെ കൂടിൽ, ഈ തേക്കിൻ്റെ കൂട് ഞാൻ തന്നെ ആക്കിയതാണ്. ഇത് 3/4 ഇഞ്ച് കനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നല്ല വീതിയിൽ, ഇതിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ, 3 ഇഞ്ച്. അപ്പം ഈ വീതിയിൽ ഞാൻ ആക്കി കഴിഞ്ഞപ്പോൾ ഇതൊരു 4-4.5 ഇഞ്ച് വീതിയുണ്ട്. കണ്ടോ? ഇത് നല്ല സൈസ് ഈച്ചയാണ്. കണ്ടോ? ഇതാണ് ഈ സൈലൻറ്റ് ഡാബർ ബീസ് എന്ന് പറയുന്ന ഒരു വർഗ്ഗം. ഇതിനകത്ത് നിറച്ച്, കണ്ടോ? ഇതെല്ലാം മുട്ടകളാണ്. അപ്പോൾ ഇതാണ് ഈ ഇരിക്കുന്നതാണ് പൂമ്പൊടി. വളരെ സയൻറ്റിഫിക്കായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നോക്കിയേ, നല്ല കേക്ക് പോലെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ? ഇത് 1.5 വർഷമേ ആയിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ, കാണാത്തവർക്ക്, ഇതാണ് റോയൽ ജെല്ലി. ഈ ഇരിക്കുന്ന ഈ വലുതാണ്. ഇത് കണ്ടോ? ഇതാണ് റോയൽ ജെല്ലി. കണ്ടോ? ഈ വലുത്. ഓക്കെ. ഇതിൻ്റെ അകത്ത് റാണി ഉണ്ട്. റാണി ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. റാണീനെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത് പൂമ്പൊടിയാണ്. അപ്പോൾ ഇത് പുതിയ മുട്ടയാണിത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം റാണി വളരെ യൗവനക്കാരിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഗൈനി കാണാൻ സാധ്യതയുണ്ട്. ഗൈനിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. ഈച്ച പറക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോക്സ് തേക്കിൻ്റെ ആക്കിയാൽ, തേക്കിൻ്റെ കൂടിൻ്റെ അകത്തെല്ലാം നമുക്ക് നല്ല തേനുകൾ കിട്ടും. വെയിറ്റ് നോക്കി എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് റോയൽ ജെല്ലി. ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണിത്. അതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ അനക്കാതെ അവിടെ വെക്കണം. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ സെക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് റാണിമുട്ട ഉണ്ടാവും. റാണിമുട്ട അവിടെ കാണുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഈ തേന് നമ്മൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വളർത്താൻ സാധിക്കും. അതുപോലെ തന്നെ അതേ മോഡലുള്ള ബോക്സുകൾ ഇവിടെ ഉണ്ട്. ഈ സൈഡുകളിൽ വെച്ചിട്ടുണ്ട്. അതിലൊന്നാണിത്. ഉണ്ടോ? ഈ സൈഡിൽ കൂടെ ഉണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇത് സാധാരണയുള്ള ബോക്സുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.